നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമരയ്ക്കായി മലയോര മേഖലയിൽ പരിശോധന. 100-ലധികം പോലീസുകാർ പരിശോധനയുടെ ഭാഗമാണ്. കൂടോത്രം ചെയ്തെന്ന സംശയത്തിലാണ് 2019 സജിതയെ കൊലപ്പെടുത്തിയത്. അയൽപ്പക്കത്തെ മറ്റ് സ്ത്രീകളെയും ചെന്താമരയ്ക്ക് സംശയമുണ്ടായിരുന്നു. ഇന്നലെ കൊലപ്പെടുത്തിയ ലക്ഷ്മിയുടെ ശരീരത്തിൽ 12 മാരക മുറിവുകളും സുധാകരൻ്റെ ശരീരത്തിൽ ആഴത്തിലുള്ള മുറിവുകളും ഉണ്ടായിരുന്നു. കൊല്ലപ്പെട്ടവരുടെ ഇരുവരുടെയും സംസ്കാരം ഇന്ന് നടക്കും. വിവരങ്ങളുമായി അരുൺ ആലത്തൂറൊപ്പം ചേരുന്നു. അരുൺ, ഈ തെരച്ചിൽ ആളത്ര ചില്ലറക്കാരനല്ല. ഇന്നലെ നാട്ടുകാർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ സൈക്കോയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. മനോവൈകൃതങ്ങളുള്ളയാളാണ്, അന്ധവിശ്വാസിയാണെന്ന് ഇപ്പോൾ മനസ്സിലാകുന്നു. ഈ തെരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു? നെന്മാറയിൽ നടന്ന ആ ഇരട്ട കൊലപാതകത്തിൽ പോലീസിൻ്റെ വീഴ്ചയാണ് ഈ ഇത്തരമൊരു ദാരുണ സംഭവത്തിലേക്ക് നയിച്ചത് എന്നുള്ള വലിയ വിമർശനം ഉയരുന്നുണ്ട്. ഇപ്പോൾ കൊല്ലപ്പെട്ട സുധാകരൻ്റെ മക്കൾ ചേരുന്നുണ്ട്. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വലിയൊരു വീഴ്ചയാണ്. നിങ്ങൾ പരാതിപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അവരൊരു ആക്ഷൻ എടുത്താണെങ്കിൽ അച്ഛനൊന്നും ഉണ്ടാവില്ലായിരുന്നു. എല്ലാം പോയില്ലേ. അവരൊരു ആക്ഷൻ എടുക്കാത്തതുകൊണ്ടല്ലേ ഇപ്പം ഇങ്ങനെയൊക്കെ നടന്നത്. ഞാനും നാട്ടുകാരൊക്കെ പോയിട്ട് കംപ്ലൈന്റ് എടുത്ത് അതിന്റെ സീരിയസ്നെസ് എടുത്ത് നാട്ടിലൊന്ന് അന്വേഷിച്ചാലെങ്കിൽ ഇത്തിരിയെങ്കിലും ഇതാവില്ലേ. ഇതതും കൂടി ചെയ്തിട്ടില്ലല്ലോ. ഭീഷണി ഉണ്ടെന്നുള്ളതൊക്കെ നേരത്തെ കൃത്യപ്പെട്ട ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ പറയണ്ട, ഇനിയും കൊല്ലണം. അതൊന്നും എന്റെ കുടുംബത്തിക്ക് മാത്രം വരണെന്ന് അറിയണില്ല. അതെങ്കിലും കണക്കിലെടുത്ത് പോലീസുകാർക്ക് അവിടെ വന്നിട്ട് അയാളെ ഇതാക്കിയിട്ടെങ്കിലും പൊക്കൂടെ. നിങ്ങളെയൊക്കെ ഭീഷണിപ്പെടുത്തിയിരുന്നു? ഞാൻ അവിടെ ഇല്ലല്ലോ. അവിടുത്തെ ആൾക്കാർ അയാൾ അങ്ങനെ എല്ലാവരുടെ അടുത്ത് സംസാരിക്കുക അങ്ങനെ ഒന്നും ചെയ്യില്ല. കുറച്ച് പേരുടെ അടുത്ത് മാത്രമേ സംസാരിക്കുള്ളൂ. അവരുടെ അടുത്താണ് ഇനിയും കൊല്ലണം, എന്റെ ലക്ഷ്യം കഴിഞ്ഞിട്ടില്ല. അയാൾക്ക് ഓരോ അന്ധവിശ്വാസം ഉള്ളതുകൊണ്ട് എന്റെ സാമി എന്റെ കണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് അവിടുത്തെ ആൾക്കാരുടെ അടുത്തൊക്കെ പറയണ്ടായിരുന്നു. നമുക്കറിയില്ലല്ലോ, അല്ലെങ്കിൽ ആ അമ്മയെ കൊന്നു ഇനി നമ്മളെ ഉണ്ടാവില്ല എന്നൊരിതിലായിരുന്നു ഉണ്ടായിരുന്നത്. അച്ഛനോടൊക്കെ ഇത്തരത്തിൽ ഭീഷണി പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ? ആരുടെ അടുത്ത് അയാളൊന്നും സംസാരിക്കുക ഒന്നുമേ ചെയ്തിട്ടില്ല. അയാൾ എല്ലാം ഇരുന്ന് ജനാലിനുള്ളിൽ നിന്ന് നോക്കി, നമുക്ക് ഇവിടെ നിന്ന് നോക്കി അങ്ങനെ ഒന്നും കാണില്ല. ജനാലിൽ എപ്പോഴും നിങ്ങളെ മോണിറ്റർ ചെയ്തോണ്ട് എല്ലാ അമ്മനെ കൊല്ലുമ്പോ എങ്ങനെയായിരുന്നു ആ ജനാലിനുള്ളിൽ രാത്രിയായാലും പകലായാലും വാതിലൊന്നും തുറക്കില്ല, ലൈറ്റ് ഒന്നും ഇടില്ല. അങ്ങനെ തന്നെയാണ് ഇപ്പോഴും. അങ്ങനെ തന്നെ ഇരുന്നിരുന്ന് ആരൊക്കെ വരുന്നുണ്ട്, ആരൊക്കെ പോകുന്നുണ്ട്, എന്തൊക്കെയാണ്, എത്ര മണിക്കാണ് ഇതാക്കണത്, എങ്ങനെ പോകാതൊക്കെ അയാൾ തന്നെ എല്ലാ റൂം വീട്ടിൽ ഇരുന്നിരുന്നൊക്കെ ചെയ്തത്. നിങ്ങളിത് കൃത്യമായിട്ട് തന്നെ പോലീസിന്റെ അടുത്തെല്ലാം പറഞ്ഞിരുന്നത്? അനിയത്തി മരിച്ചപ്പോ എല്ലാ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇതിപ്പോ ചതി വന്ന് ഇന്നലെ ചെയ്തതല്ലേ. സജിതയോട് ഇങ്ങനെ ദേഷ്യം തോന്നാൻ എന്തോ കൂടോത്രമാണെന്നൊക്കെ പറയുന്നത് അതൊക്കെ വെറും പറച്ചൽ തന്നെ ഉള്ളൂ. ഇവിടെ അങ്ങനത്തെ ഉള്ള കുട്ടിയല്ല. ഇവിടെ എല്ലാവർക്കും നല്ല സപ്പോർട്ടും അവിടെ എല്ലാവരുടെ ചുറ്റുപാടുള്ള ആൾക്കാർ. തെറ്റിദ്ധാരണയാണ് ഇയാളുടെ അല്ലേ? തെറ്റിദ്ധാരണയാണ്. കുടുംബശ്രീ വക എന്തോ ആണ് തോന്നുന്നു. നമുക്ക് അത്ര അറിയില്ല, പിന്നെ കുറിച്ച് എന്താന്ന് അറിയില്ല. പക്ഷെ ഇത് മനസ്സിൻ്റെ ഉള്ളിൽ ഈ പഴകയാണ്. പക്ഷെ ഇയാള് ഇവിടെ മാത്രമല്ല, തൊട്ട വീട്ടിലും ഒരു ചേച്ചിനെ ചെയ്യാൻ ഈ സമയത്ത് ഓടിയിട്ടുണ്ടായിരുന്നു. ഈ കൊടുവളും കൊണ്ട് തന്നെ ആ ചേച്ചി അവിടെ ഇല്ലാത്ത കാരണം അത് രക്ഷപ്പെട്ടു. ഇയാൾ 5 പേരിന് ചെയ്യണം പറഞ്ഞിട്ടാണ് നടക്കുന്നത്. ഇനി ആരൊക്കെ ഉണ്ടെന്ന് അറിയില്ല. അപ്പൊ ഇനി എന്തായാലും അയാളിനെ വെളിയിൽ വിടാൻ പറ്റില്ല. തൂക്കൊല്ലം വിധിക്കുക, ഇല്ലെങ്കിൽ മക്കൾക്ക് അതോ ഗതിയാ. ഇനി മക്കളെ ആയിരിക്കും പഴി. നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയല്ലേ. നമ്മളിപ്പോ ഈ കുട്ടി പോയത് കൊണ്ട് നമുക്ക് വിട്ടു എന്നാണ് വിചാരിച്ചത്. ഇവനിങ്ങനെ ചെയ്യുന്നു നമ്മൾ വിചാരിച്ചില്ല. അമ്മയും ഇല്ല, കുട്ടികൾക്ക് അച്ഛനും ഇല്ല, എന്തായില്ല. അവർക്കൊരു ഇത് വേണ്ട. അതുകൊണ്ടാണ് ഞാൻ പറയണത്, അവരുടെ നിലയിൽ എന്തെങ്കിലും ഒന്ന് കുട്ടികൾക്ക് എന്തെങ്കിലും ആകണ സഹായം സർക്കാർ ആക്കി കൊടുക്കണം ഞാൻ അപേക്ഷിക്കുന്നുള്ളൂ. ഞങ്ങൾ നോക്കും, വലിയ മീൻ ഞാൻ നോക്കില്ല എന്നല്ല. പക്ഷെ എന്നാലും അവർക്കൊരു ജീവിതം വരെ ഒരു കഞ്ഞി വേണ്ട. അതുകൊണ്ട് ഞാൻ പറയണത് കുട്ടികൾക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കണം, അത്ര ഞാൻ പറയണുള്ളൂ. ജാമ്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ നെന്മാറ ഭാഗത്തേക്ക് പോകരുതെന്നൊക്കെയാണ് കോടതി പറയണത്. പക്ഷെ അയാൾ 3 മാസമേ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് അതിന്റെ വീട്ടിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നുണ്ട്. നമ്മൾക്കറിയില്ലല്ലോ ഇതിപ്പോ എങ്ങനെ ചെയ്യുന്നു. അത് തന്നെയാണ് കുടുംബത്തിന് പറയാനുള്ളത്. അതാണ്, അതായത് ഇയാള് കോടതി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്,
ഈ പ്രതിയെ കൊണ്ട് ആദ്യം നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിലേക്ക് കടക്കരുത് എന്ന് പറഞ്ഞിരുന്നു. പിന്നീട് ജാമ്യവ്യവസ്ഥയിൽ ഇളവ് നൽകിക്കൊണ്ട് നെന്മാറ പഞ്ചായത്തിലേക്ക് കടക്കരുത് എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം നിരന്തരം വീട്ടിൽ തന്നെ ഇയാൾ ഉണ്ടായിരുന്നു. ഈ പ്രതി വീട്ടിൽ തന്നെ 24 മണിക്കൂറും കതകടച്ച് ജനലിലിരുന്ന് എതിർ വീട്ടിലുള്ള ഇവരെ മോണിറ്റർ ചെയ്യുകയായിരുന്നു ചെയ്തത്. അത് കൃത്യമായിട്ട് തന്നെ പോലീസിനോട് പറഞ്ഞതാണ്. എന്നിട്ടും പോലീസ് അതിൽ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്നുള്ളതാണ് കുടുംബം പ്രധാനമായിട്ട് ആരോപണമായിട്ട് ഉന്നയിക്കുന്നത്. പോലീസിൻ്റെ വീഴ്ച തന്നെയാണ് ഇത്തരമൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള ആരോപണം തന്നെയാണ് കുടുംബവും പറയുന്നത്. വളരെ വേദനിപ്പിക്കുന്ന നിമിഷങ്ങളാണ്. അതായത് അച്ഛൻ നഷ്ടമായി, ആദ്യം അമ്മ നഷ്ടമായി, പിന്നീട് അച്ഛനെയും അച്ഛൻ്റെ അമ്മയെയും കൊന്നു. അനാഥമാകുകയാണ് 2 പെൺകുട്ടികളെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ വല്യമ്മയാണ് നമ്മളോട് അല്പം മുമ്പ് പ്രതികരിച്ചത്. ഞങ്ങൾ നോക്കും, പക്ഷെ അച്ഛനും അമ്മയും ഉള്ളതുപോലെ ആകില്ലല്ലോ എന്ന വ്യാധിയാണ് അവർ പങ്കുവയ്ക്കുന്നത്. ഏതായാലും ഈ ചെന്താമര ജയിലിൽ നിന്നിറങ്ങി ഈ പ്രദേശത്തേക്ക് കടക്കരുത് എന്ന് പോലീസിൻ്റെ കർശന നിർദ്ദേശം ഉപാധി ഉണ്ടായിരുന്നിട്ട്, അതായത് ജാമ്യത്തിൽ വിടുമ്പോഴുള്ള ഉപാധികൾ പോലും ലംഘിച്ചുകൊണ്ട് അന്ധവിശ്വാസിയായ സൈക്കോ ആയ ഈ ക്രൂര കൊലപാതകി അയാൾ ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് വാതിലും ഒക്കെ അടച്ച് പിന്നെ ലൈറ്റ് പോലും ഇടാതെ ജനാല തുറന്നിട്ട് അതിലൂടെ അയൽവാസികളെ വീക്ഷിക്കുന്ന അന്ധവിശ്വാസിയായ ഒരാൾ. ആ കുട്ടികൾക്ക് അച്ഛനും അമ്മയും നഷ്ടപ്പെടുന്നു എന്നത് ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണത്. അരുണാലത്തൂർ കൃത്യമായ കുട്ടികൾ തന്നെ വിതുമ്പിക്കരയുന്നത് നമ്മൾ കണ്ടതാണ്. എന്ത് ചെയ്യണം ഞങ്ങൾ എന്നാണ് അവർ ചോദിക്കുന്നത്. ഏതായാലും അരുണാലത്തൂർ വീണ്ടും ചേരുന്നുണ്ട്. അരുൺ, ഈ സൈക്കോക്കായി തെരച്ചിൽ തുടരുന്നുണ്ടല്ലോ, അത് വനത്തിനുള്ളിലും ഉണ്ടെന്ന് കേൾക്കുന്നു, ശരിയോ? തീർച്ചയായിട്ടും കൃഷ്ണരാജ്, വനത്തിനുള്ളിൽ വ്യാപകമായ തിരച്ചിലാണ് പോലീസ് നടത്തുന്നത്. 100ഓളം പോലീസുകാരെ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിലാണ് ഇപ്പോൾ ഈ നെല്ലിയാമ്പതിയിലെ മലനിരകൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തുന്നത്. ഇന്നലെയും വലിയ തിരച്ചിൽ നടത്തിയിരുന്നു. രാത്രി ഏറെ വൈകിയൊക്കെ ഇന്നലെ തിരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ ഈ പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും ആ കുട്ടികളുടെയൊക്കെ റെസ്പോൺസ് നമുക്ക് കണ്ടതാണ്. വളരെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം. 2 പെൺകുട്ടികൾ അനാഥമാവുന്ന തരത്തിൽ ഒരു പോലീസിൻ്റെ വീഴ്ച അത്തരത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് അവരുടെ പ്രതികരണം തേടുമ്പോൾ പോലും വളരെ ബുദ്ധിമുട്ടായിരുന്നു ഇത്തരത്തിൽ അവരുടെ പ്രതികരണം ഈ നിമിഷത്തിൽ തേടുക എന്നുള്ളത്. എങ്കിൽ പോലും പോലീസിൻ്റെ വീഴ്ച ഉൾപ്പെടെ അവർക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ അധികാരികളുടെയൊക്കെ മുന്നിൽ അറിയിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിൽ അവരുടെ പ്രതികരണം നമ്മൾ തേടിയത്. ആ പ്രതികരണത്തിൽ അവർ കൃത്യമായി പറയുന്നു, ഈ വ്യക്തി 2019 തങ്ങളുടെ അമ്മയെ കൊലപ്പെടുത്തിയത് ഒരു തെറ്റിദ്ധാരണയുടെ പേരിലാണ്. ആ കൊലപാതകത്തിന് ശേഷം ആ അമ്മ മാത്രമല്ല, അവിടുത്തെ ആ പ്രദേശത്ത് നിരവധി സ്ത്രീകളെ ഇയാൾ ലക്ഷ്യമിട്ടിട്ടുണ്ട്. ഇപ്പോഴും അത്തരത്തിൽ തന്നെയാണ്, നിരവധി സ്ത്രീകളെ അയാൾ ലക്ഷ്യം വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെയൊക്കെ തുടക്കം എന്നുള്ളത് ഈ ചെന്താമര എന്ന വ്യക്തിയുടെ കുടുംബ ജീവിതം തകരുന്നു. ഭാര്യയുമായി ഇയാൾ അകന്ന് കഴിയുന്നു. ഭാര്യ ഇയാളെ ഉപേക്ഷിച്ച് പോകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അങ്ങനെ ഭാര്യ തന്നെ ഉപേക്ഷിച്ച് പോയത് എന്തുകൊണ്ടാണെന്ന് അറിയാൻ വേണ്ടി ഇയാൾ പലതരത്തിൽ മന്ത്രവാദികളെയും മറ്റുമൊക്കെ കാണുന്നു, ജ്യോത്സ്യന്മാരെ കാണുന്നു. അങ്ങനെ ഏതോ ഒരു ജ്യോത്സ്യം പറഞ്ഞതാണ് നീളത്തിൽ മുടിയുള്ള ഒരു സ്ത്രീയാണ് ഇയാളുടെ വിവാഹബന്ധത്തിലെ തകർച്ചയ്ക്ക് കാരണം എന്ന് പറയുന്നു. അങ്ങനെ നീളത്തിൽ മുടിയുള്ള സ്ത്രീ എന്ന് പറഞ്ഞുകൊണ്ടാണ് സജിതയെ 2019 ഇയാൾ കൊലപ്പെടുത്തുന്നത്. സമാന രീതിയിൽ തന്നെയായിരുന്നു. വീടിനകത്ത് വാതിലടച്ചിരുന്ന് ജനാല വഴി നിരന്തരം നിരീക്ഷിച്ച് പിന്നീട് ഒരു ദിവസം പെട്ടെന്ന് സജിതയുടെ വീടിനകത്തേക്ക് പുറകിലെ വാതിൽ വഴി കടന്ന് സജിതയെ ഈ കൊടുവാൾ കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ആ കൊലപാതകം നടത്തിയതിന് ശേഷം ആ കൊടുവാൾ ഇയാളുടെ വീടിനകത്ത് ഉപേക്ഷിക്കുകയും വസ്ത്രങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം ഈ സമാന രീതിയിൽ ഇപ്പോൾ പറയുന്ന ആ മലയിലേക്ക് തന്നെ പോവുകയായിരുന്നു. ആ മലയിൽ 2 ദിവസത്തോളം അയാൾ ഒളിച്ചു കഴിഞ്ഞു. അതിനുശേഷം ഭക്ഷണവും വെള്ളവും ഒന്നും കിട്ടാതായതോടെ താഴത്തേക്ക് ഇറങ്ങുകയായിരുന്നു. അങ്ങനെയാണ് പോലീസ് 2019 ഈ പ്രതിയെ പിടികൂടിയത്. അതിനുശേഷം ഇപ്പോൾ ജയിൽവാസം അനുഭവിക്കുന്നു. പരോളിൽ ഇയാളെ വിടുന്നു. പരോളിൽ വിടുന്ന അതിലാണ് കാര്യങ്ങൾ. അതായത് പരോളിൽ വിടുന്ന സമയത്ത് തന്നെ കോടതി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇയാൾക്ക് പരോൾ അനുവദിക്കുന്ന സമയത്ത്, ജാമ്യം അനുവദിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കടക്കരുത് എന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. പിന്നീട് ഇയാൾ അതിൽ ജാമ്യവ്യവസ്ഥയിൽ ഇളവ് തേടിയ സമയത്ത് നെന്മാറ പോലീസ് സ്റ്റേഷൻ എന്നുള്ളത് മാറ്റി നെന്മാറ പഞ്ചായത്ത് പരിധിയിൽ കടക്കരുത് എന്നുള്ളതാണ്. പക്ഷേ എന്നിട്ടും ഇയാൾ കൃത്യമായി പോത്തുണ്ടിയിലെ ആ വീടിന്
വീടിനകത്ത് താമസിച്ചു. ഈ സമയത്തൊക്കെ നാട്ടുകാരോടാണ് നിരന്തരം പറഞ്ഞിരുന്നത് എനിക്ക് ഇനിയും ആളുകളെ കൊലപ്പെടുത്താനുണ്ട് എന്ന തരത്തിലൊക്കെ പലരോടായി ഇയാൾ പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞിട്ടും അത് ഈ നാട്ടുകാർ ഒന്നടങ്കം ചേർന്നുകൊണ്ട് ഇയാൾക്കെതിരെ പരാതി നൽകി, ഒപ്പിട്ട് നൽകി. കൂടാതെ ഈ കുടുംബം, ഈ പെൺകുട്ടി ഉൾപ്പെടെ പോലീസ് സ്റ്റേഷനിൽ കയറി ചെന്ന് ഇത്തരത്തിൽ തങ്ങളെ ഇനി അപായപ്പെടുത്തുമോ എന്ന ആശങ്ക ഉണ്ട് എന്ന് പോലീസിനെ വിവരം അറിയിച്ചു. എന്നിട്ട് പോലും പോലീസ് ഇയാളുടെ ജാമ്യം റദ്ദാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളോ മറ്റോ ഒന്നും കാര്യമായി സ്വീകരിക്കുന്നതിലേക്ക് കടന്നില്ല എന്നുള്ളതാണ് ഈ സൈക്കോ ആയിട്ടുള്ള വ്യക്തി വീണ്ടും 2 അരിങ്കൊല നടത്തി 2 പെൺകുട്ടികളുടെ ജീവിതം അനാഥമാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇയാൾക്ക് സജിതയെ മാത്രമല്ല ആ ഭാഗത്തെ നിരവധി സ്ത്രീകളെ സംശയമുണ്ട്. പ്രദേശത്തെ ഒരുപാട് സ്ത്രീകൾ ഇയാളുടെ ഈ വകവരുത്തണമെന്ന ചിന്തയിലുണ്ട് എന്നുള്ളതാണ് പലരും പറയുന്നത്. തൊട്ട് അയൽവാസിയായ സ്ത്രീ തന്നെ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. തന്നെയും കൊലപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്, തനിക്ക് നേരെയും ഭീഷണി മുഴക്കിയിട്ടുണ്ട് എന്നുള്ളത് അയൽവാസിയായ സ്ത്രീ തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ സ്ത്രീകൾ ഈ ഇത്തരത്തിൽ ജോത്സ്യൻ പറഞ്ഞു നീളമുള്ള മുടിയുള്ള സ്ത്രീ എന്ന് പറഞ്ഞതുകൊണ്ട് അത് ഏത് സ്ത്രീയാണെന്ന് ഇയാൾക്ക് അറിയില്ല. അപ്പോൾ ആ ഭാഗത്തുള്ള മിക്ക സ്ത്രീകളെയും ഇയാൾ വകവരുത്തുക എന്നുള്ളതായിരിക്കണം ഇയാളുടെ ലക്ഷ്യം എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അത് ഏതായാലും അതിന്റെ ഒരു കൃത്യമായ ആസൂത്രണത്തിലൂടെയാണ് ഇപ്പോൾ ഈ അരുണാലത്തൂർ ആദ്യ സംഭവം കഴിഞ്ഞ ശേഷം ഒരുപക്ഷെ പോലീസ് ഇക്കാര്യം അറിഞ്ഞിട്ടുണ്ടാവില്ലേ? ഈ നീളൻ തലമുടിയുള്ള സ്ത്രീകളെ കൊലപ്പെടുത്തുക എന്നതാണ് ഇയാളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ആ മൊഴിയൊക്കെ ഒരുപക്ഷെ പോലീസിന് ലഭിച്ചിട്ടുണ്ടാകുമല്ലോ. അത് ഈ കേസന്വേഷണത്തിൻ്റെ ഭാഗമായി ഇയാളെ ശിക്ഷ വിധിക്കുന്നതിന് മുൻപ് ഇതൊക്കെ പോലീസിന് കൃത്യമായ വിവരം കിട്ടിയിട്ടുണ്ടാകുമല്ലോ. അങ്ങനെയെങ്കിൽ ഇയാളെ ജാമ്യത്തിൽ വിടുമ്പോൾ തന്നെ ഒരു നിരീക്ഷണമോ, ഈ കേവലം ഒരു ഉപാധി എന്നത് ശരിയല്ലല്ലോ. 2 മാസമായി ഇയാൾ ജാമ്യത്തിലാണെന്ന് പറയുന്നു. അപ്പോൾ ഈ 2 മാസക്കാലവും പോലീസ് ഇക്കാര്യം ശ്രദ്ധിച്ചതേ ഇല്ല. ഈ ഉപാധി ലംഘിച്ച് സ്വന്തം വീട്ടിൽ കഴിയുന്നു എന്നത് പോലീസ് സ്റ്റേഷൻ പരിധി, പിന്നീട് പഞ്ചായത്താകുന്നു. എന്നിട്ടും അതൊന്നും ആരും ശ്രദ്ധിച്ചില്ല ഈ പരാതി പറഞ്ഞിട്ട് എന്ന് കേൾക്കുമ്പോൾ ആ കുട്ടികൾ പറയുന്നത് കൃത്യമായ കാര്യമല്ലേ? അതായത് പോലീസിൻ്റെ അനാസ്ഥ. തീർച്ചയായും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. നമുക്കറിയാം സാധാരണ കൊലപാതകമല്ല മറ്റേത് കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടാലും അതിൽ നിന്നും ശിക്ഷ ലഭിച്ച് പുറത്തിറങ്ങുമ്പോൾ അത്തരം വ്യക്തികളെ ഒരു നിരീക്ഷിക്കേണ്ടതാണ് പോലീസിൻ്റെ ഇൻ്റലിജൻസ് ഉൾപ്പെടെ കൃത്യമായിട്ട് ഈ വ്യക്തികളെക്കുറിച്ച് അയാളുടെ പ്രവർത്തികളെക്കുറിച്ചൊക്കെ ഒരു നിരീക്ഷണം എപ്പോഴും നടത്തേണ്ടതാണ്. അതിൽ തന്നെ കോടതി പറഞ്ഞിട്ടുള്ള ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് ഈ പോലീസ് സ്റ്റേഷൻ പരിധിയിലേക്ക് അല്ലെങ്കിൽ ഈ പഞ്ചായത്തിലേക്ക്, ആ പഞ്ചായത്തിലുള്ള അയാളുടെ വീട്ടിലേക്ക് അയാൾ താമസിക്കുന്നു. അപ്പോഴും പോലീസ് അത് കൃത്യമായിട്ട് തന്നെ നിരീക്ഷിച്ച് അങ്ങനെ കോടതി വ്യവസ്ഥകൾ ലംഘിക്കുന്നുണ്ട് എങ്കിൽ ഇയാളുടെ ജാമ്യം റദ്ദാക്കുന്നതിന് വേണ്ടി കോടതിയെ സമീപിച്ച് അത്തരം നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. പക്ഷേ അതൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. നിരന്തരം പരാതികളും മറ്റുമൊക്കെ പറഞ്ഞിട്ടും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ കൊലപാതകത്തിലേക്ക് വഴിവെച്ചത് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. മാത്രമല്ല നേരത്തെ പറഞ്ഞ ആ നീളൻ മുടിയുള്ള സ്ത്രീകളെ വകവരുത്തുക എന്നുള്ള ആ ലക്ഷ്യം അതൊക്കെ പോലീസിന് നേരത്തെ തന്നെ അറിയാവുന്ന കാര്യമാണ്. ഇയാളാണെങ്കിൽ ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം വടക്കഞ്ചേരിയിലുള്ള പന്നിയങ്കര ടോൾ പ്ലാസയിൽ ജോലി ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവിടെ പോയി ജോലി ചെയ്യുന്നു. അതിനിടയ്ക്ക് ഈ വീട്ടിൽ തന്നെ ഇയാൾ കഴിച്ചുകൂട്ടുന്നു. വീട്ടിലിരിക്കുന്ന സമയത്ത് അയൽവാസികളെ നിരന്തരം ഇങ്ങനെ വീക്ഷിക്കുന്നു, അവരെവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കുന്നു. അതിനൊപ്പം തന്നെ ഇയാൾ ആകെ ഒരു ആളുകൾ നല്ല രീതിയിൽ നടക്കുന്നത് ഇയാൾക്ക് ഇഷ്ടമായിരുന്നില്ല. അല്ലെങ്കിൽ നല്ല വസ്ത്രം ആരെങ്കിലും ധരിക്കുന്നത്, അല്ലെങ്കിൽ നല്ല സന്തോഷത്തോടെ അയൽവാസികൾ ആരെങ്കിലും ജീവിക്കുന്നത്, ഇതൊക്കെ ഇയാളിൽ വലിയ അസൂയ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രദേശവാസികൾ കഴിഞ്ഞ ദിവസം നമ്മളോട് പ്രതികരിച്ചത്. അങ്ങനെ ഇയാളുടെ സ്വഭാവത്തിലൊരു വൈകൃതമുണ്ട് എന്നുള്ളത് നാട്ടുകാർ പറയുന്നതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. കൂടാതെ തന്നെ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രദേശത്തെ ജനങ്ങൾക്കാകെ വലിയൊരു ശല്യമാണ് എന്നുള്ളത് അവർ തന്നെ ഒപ്പിട്ട് പോലീസിനെ അറിയിക്കുന്നു. പക്ഷെ എന്നിട്ട് പോലും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് പ്രതിയെ സംരക്ഷിക്കുന്നത് അല്ലെങ്കിൽ പ്രതിയെ ഈ കോടതി കൃത്യമായി ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചു എന്നുള്ളത് കോടതിയെ ധരിപ്പിച്ചുകൊണ്ട് ആ ജാമ്യം റദ്ദാക്കുന്ന നടപടികളിലേക്ക് ഒന്നും കടന്നില്ല എന്നുള്ളതാണ് ഈ ഒരു കൊലപാതകങ്ങളിലേക്ക് വഴിവെച്ചിരിക്കുന്നത് എന്നുള്ളത്. മാത്രമല്ല ഈ കൊലപാതകം നടത്തിയിരിക്കുന്നതും കൃത്യമായ ആസൂത്രണത്തോടെയാണ്. 3 മാസമായി പരോളിൽ ഇറങ്ങിയിട്ട് എന്നുള്ളതാണ് പറയുന്നത്. ആ 3 മാസ കാലയളവിൽ ഇയാൾ വീടിനകത്ത് കഴിച്ചുകൂട്ടുന്നു. വീടിനകത്തുള്ള സമയത്തൊക്കെ സമീപവാസികളുടെ എങ്ങനെയാണ് അവർ പോകുന്നത്, ഏത് സമയത്താണ് വീട്ടിൽ നിന്ന്. ഒരു കാര്യം കൂടി, അതായത് ഈ ആദ്യ കൊലപാതകം 2019 നടത്തിയ ശേഷം ഇയാൾ വനത്തിനുള്ളിൽ ഒളിച്ചിരുന്നു എന്നാണ്.
ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ് എന്ന സാധ്യതയാണോ പോലീസ് പരിശോധനയിലൂടെ നോക്കുന്നത്, അതോ എന്തെങ്കിലും സൂചനകൾ ലഭ്യമായിട്ടുണ്ടോ വനത്തിനുള്ളിൽ ഒളിച്ചിരിക്കാനുള്ള സാധ്യത? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ പ്രദേശവാസികളിൽ ചിലർ ഈ വനത്തിനകത്തേക്ക് പോയതായി കണ്ടതായിട്ട് പറയുന്നുണ്ട്. മറ്റൊന്ന്, ഇയാൾ 2019 സമാന രീതിയിലായിരുന്നു വനത്തിനകത്തേക്ക് കടന്നു പോകുന്നു. അതിനുശേഷം അവിടെ 2 ദിവസം ചിലവഴിക്കുന്നു. വെള്ളവും ഭക്ഷണമൊക്കെ കിട്ടാതായതോടെ പുറത്തേക്ക് കിടങ്ങുന്നു എന്നുള്ളതാണ്. മറ്റൊരു സാധ്യതയായിട്ടുള്ളത് തിരുപ്പൂര്, തമിഴ്നാട്ടിലെ തിരുപ്പൂരിൽ ഇയാൾക്കൊരു ബന്ധുവുണ്ട്. ആ ബന്ധു വീട്ടിലേക്ക് പോയിട്ടുണ്ടാവാനുള്ള സാധ്യതയാണ് പോലീസിന് മുന്നിലുള്ളത്. പക്ഷേ തിരുപ്പൂരിൽ ഇന്നലെ തന്നെ പോലീസ് എത്തി അവിടെ പരിശോധന നടത്തി. പക്ഷേ അവിടെ ഇല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏതായാലും ഈ വനത്തിൽ ഇയാൾ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് പോലീസ് ഉറച്ചു വിശ്വസിക്കുന്നത്. അതിനുവേണ്ടിയുള്ള തെരച്ചിൽ തന്നെയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഡ്രോൺ ഉപയോഗിച്ച് ഉൾപ്പെടെ പരിശോധന നടത്തിയിരുന്നു. പക്ഷേ ഇയാൾക്ക് ഈ ഡ്രോൺ ഉപയോഗിച്ച് തെരച്ചിലൊന്നും പോലീസിന് വനത്തിനകത്ത് കയറി കഴിഞ്ഞാൽ പിടികൂടാൻ കഴിയില്ല എന്ന് കൃത്യമായ ധാരണ അയാൾക്കുണ്ട്. കാരണം നമുക്കറിയാം, നല്ല ഇടതൂർന്ന വനമാണ്, നെല്ലിയാമ്പതി മലനിരകളാണ്. അതുകൊണ്ട് തന്നെ ഇടതൂർന്ന വനത്തിനകത്ത് ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന സാധ്യമല്ല എന്ന് അയാൾക്ക് നേരത്തെ തന്നെ അറിയാം. അതുകൊണ്ടാണ് ആ മലനിരകളിലേക്ക് കടന്നിരിക്കുന്നത്. അതുമാത്രമല്ല, ആ നെല്ലിയാമ്പതി മലനിരകളിൽ ഇയാൾക്ക് സുപരിചിതമാണ്. അവിടുത്തെ വഴികളും മറ്റുമൊക്കെ സുപരിചിതമാണ്. അതിന് മാത്രമല്ല, അവിടെ നിന്നും ഈ മലനിരകളിലൂടെ നടന്നു കഴിഞ്ഞാൽ തമിഴ്നാട് ഭാഗത്തേക്കോ അല്ലെങ്കിൽ അതിരപ്പള്ളി വനമേഖലയിലേക്കൊക്കെ അത് കടന്ന് ചെല്ലാവുന്ന സാഹചര്യവുമുണ്ട്. അതേസമയം തന്നെ ഇയാളുടെ വീട്ടിൽ നിന്നൊരു വിഷക്കുപ്പി കൂടെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഇയാൾ ഏതെങ്കിലും തരത്തിൽ ആത്മഹത്യ മറ്റോ ചെയ്തിട്ടുണ്ടോ എന്നുള്ള ആ സാധ്യതയും പോലീസ് തേടുന്നുണ്ട്. കൂടാതെ നിരവധി ജലാശയങ്ങളുണ്ട്. വനത്തിനുള്ളിലേക്ക് കയറിപ്പോകുന്നത് കണ്ടവരുണ്ട്. മാത്രമല്ല, മുൻപ് കൊല നടത്തിയ ശേഷവും വനത്തിനുള്ളിൽ ഒളിച്ചിരിക്കാനാണ് ശ്രമിച്ചത്. 1-2 ദിവസം അവിടെ തങ്ങുകയും ചെയ്തു. ഇനി മറ്റൊന്ന്, വിഷക്കുപ്പി കണ്ടെത്തി വീട്ടിനുള്ളിൽ നിന്ന് എന്നാണ്. ഇനി ഇയാൾ വിഷം കഴിച്ചോ എന്ന സംശയവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ ആലത്തൂർ.